നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. മണിമല പഴയിടം ചെക്ക് ഡാമിൽ പോള നിറഞ്ഞു. ജലാശയത്തിലെ പച്ചപ്പ് കിലോമീറ്ററുകളോളം. പോളശല്യത്താൽ വലഞ്ഞ പ്രദേശവാസികൾ. ചേനപ്പാടിയിലെ ക്രംബ് ഫാക്ടറിക്കെതിരെ ആരോപണം. ചിരിയും ചിന്തയും ഉണർത്തി കോട്ടയത്ത് ഇലക്ഷൻ കാർട്ടൂൺ പ്രദർശനം. വരകളിൽ കോറിയിട്ടത് വാഗ്വാദങ്ങളും വിമർശനങ്ങളും. കേരളത്തിൽ BJP 3 സീറ്റിൽ വിജയിക്കുമെന്ന് PC ജോർജ്. UDF 10 സീറ്റ് നേടും. കോട്ടയം മണ്ഡലത്തിൽ ഫ്രാൻസിസ് ജോർജിന് സാധ്യത. വാർത്തകൾ വിശദമായി. പുതുവെള്ളം എത്തിയതോടെ മണിമലയാറ്റിൽ പഴയിടം ചെക്ക് ഡാമിൽ കിലോമീറ്ററുകളോളം ദൂരത്ത് പോള നിറഞ്ഞു. ചേനപ്പാടിയിൽ പ്രവർത്തിക്കുന്ന ക്രംബ് ഫാക്ടറിയിൽ നിന്നും തള്ളുന്ന മാലിന്യമാണ് ഇതിന് കാരണമെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. മണിമലയാറ്റിൽ പഴയിടം ചെക്ക് ഡാമിൽ കിലോമീറ്ററുകൾ ദൂരെ പോളയടിഞ്ഞു കിടക്കുന്നു. ഈ കാഴ്ച പടിഞ്ഞാറൻ പ്രദേശത്തെ ജലാശയത്തിലല്ല. തുടർച്ചയായി കുറച്ചു വർഷങ്ങളായി പുതുവെള്ളം വരുന്നതോടെ പഴയിടം ചെക്ക് ഡാമിന്റെ സ്ഥിതി ഇതാണ്. കിലോമീറ്ററുകളോളം ദൂരത്തിലാണ് ഇവിടെ പോള അടിയുന്നത്. ഇതോടെ ആറ്റിലെ വെള്ളം ഉപയോഗിക്കാൻ കഴിയാതെ മലിനമായി. ആറിന് ഇരുകരകളിലും താമസിക്കുന്നവർ എല്ലാ ആവശ്യങ്ങൾക്കും ആശ്രയിക്കുന്നത് മണിമലയാറിനെയാണ്. ചേനപ്പാടി ഭാഗത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനിയിൽ നിന്നും തള്ളുന്ന മാലിന്യമാണ് ആറ്റിൽ പോള പെരുകാൻ കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇങ്ങനെ കാലാകാലങ്ങളായിട്ട് മണിമലയാറ്റില് ഒരു ഫാക്ടറിയിൽ നിന്നുള്ള ഒരു വേസ്റ്റ് ആണെന്ന് പറയപ്പെടുന്നത്. ഇതിനു മുമ്പ് പല പ്രാവശ്യവും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം പടിഞ്ഞാറൻ പ്രതീതി പോലെ ഒരു പായലും പോള തന്നെയാണ് ഇവിടെ വന്നടിഞ്ഞിരിക്കുന്നത്. ഇപ്പം ജനങ്ങൾക്ക് കുളിക്കാനും മറ്റാവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ചിരുന്ന ജലമാണ്. ആ ജലമാണ് മലിനമായിരിക്കുന്നത്. ഇത് ഇന്നിവിടെ കിടന്ന് അഴുകി ഇത് തീർത്തും ഈ വെള്ളം ഉപയോഗശൂന്യമാകും. ഇതിന് ഒരു അധികാരികളുടെ ഭാഗത്തു നിന്ന് ഇതുവരെയും ഇതിനൊരു നടപടി ഉണ്ടായിട്ടില്ല. ഇത് കരോട്ട് ഫാൽറ്റിയാണ് കരിമ്പേത്ത്. അവിടുന്ന് അതിന്റെ കുളത്തിൽ ചാടുന്നു. ഇനി ഈ വെള്ളം പൊങ്ങിപ്പോണം. ആ ചപ്പിന്റെ മേളിലായാലേ ഇത് കടന്നു പോകും. ബുദ്ധിമുട്ടല്ല. നേരെ പേര് കൃഷി ചെയ്യുകയും ചെയ്യുന്നത്. ഈ പഞ്ചായത്തുകാരൊന്നും ഇത് കാണുന്നില്ല. ഇതിങ്ങനെ കെട്ടിക്കിടന്ന് നമ്മളെ പടിഞ്ഞാറ് പോലെ ആവുമല്ലോ. ഇതിന്റെ അടിയിൽ അങ്ങ് വേരും പിടിച്ചടിഞ്ഞ്. ആറിനെ മലിനമാക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ അധികാരികൾ തയ്യാറാകുന്നില്ലെന്ന് സമീപവാസി പറഞ്ഞു. വർഷങ്ങളായിട്ട് ആവർത്തിക്കപ്പെടുന്ന ഒരു സംഭവമാണ് ഇത്. എല്ലാ വർഷവും മഴ അങ്ങോട്ട് തുടങ്ങുകയും ഇവർ ഫാക്ടറിയിലെ വേസ്റ്റ് പുറത്തേക്ക് തള്ളുകയും ചെയ്യും. ആറ്റിൽ കുറച്ചൊക്കെ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞാൽ ആറിന്റെ കരയിൽ താമസിക്കുന്നവർക്കൊന്നും വെള്ളമില്ല. അതുകൊണ്ട് തന്നെ വെള്ളത്തിനായിട്ട് ആറിനെ ആശ്രയിക്കുന്നവരാണ് നമ്മുടെ ഈ ആറിന്റെ കരയിൽ താമസിക്കുന്ന ആളുകളെല്ലാവരും. ഇപ്പൊ ഈ വേസ്റ്റ് വരുന്നതുകൊണ്ട് ആറ്റിലെ വെള്ളം ഉപയോഗിക്കാനൊന്നും ജനങ്ങൾക്ക് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ എല്ലാ വർഷവും ഇതിനെതിരെ പരാതിപ്പെടാറുണ്ടെങ്കിൽ പോലും ഇതിനെതിരെ യാതൊരു നടപടി എടുത്തിട്ടില്ല. അപ്പം ശക്തമായിട്ട് പ്രതികരിക്കുന്ന ഒരു സമൂഹം ഇല്ല എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഈ ആറ്റിലെ എല്ലാ വർഷവും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാണ്ട് കാരണം. പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇതിനെതിരെ നടപടിയെടുക്കാത്ത ഭരണ സംവിധാനം, അത് ഒരു ശക്തമായിട്ട് ഞങ്ങൾ അതിനെതിരെ പ്രതികരിക്കുകയാണ്. ജില്ലയിലെ ജലസ്രോതസ്സുകളെ മലിനമാക്കുന്നവർക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി ജനങ്ങൾ മുന്നോട്ട് വരണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. തെരഞ്ഞെടുപ്പ് കാലത്തെ വാഗ്വാദങ്ങളും വിമർശനങ്ങളും വരകളിലൂടെ അവതരിപ്പിച്ച ഇലക്ഷൻ കാർട്ടൂൺ പ്രദർശനം ശ്രദ്ധ നേടി. കോട്ടയത്ത് നടന്ന പ്രദർശനം സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ ഇലക്ടൂൺ 2024 എന്ന പേരിൽ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കാർട്ടൂൺ സംവാദവും നടന്നു. തെരഞ്ഞെടുപ്പ് കാലത്തെ വാഗ്വാദങ്ങളും വിമർശനങ്ങളും വരികളിലൂടെ അവതരിപ്പിച്ച് ഇലക്ടൂൺ 2024 ചിരിയും ചിന്തയും ഉണർത്തിയ പ്രദർശനം നടത്തിയത് കോട്ടയം പ്രസ് ക്ലബ്ബും കേരള കാർട്ടൂൺ അക്കാദമിയും സഹകരിച്ചാണ്. ഇലക്ഷൻ 2024 പേരിൽ ഇലക്ഷൻ കാർട്ടൂൺ പ്രദർശനവും സംവാദവും നടത്തിയത്. രാവിലെ സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ ഇലക്ടൂൺ 2024 ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാവർക്കും കാർട്ടൂണിസ്റ്റ് ആകാൻ കഴിയില്ല. ഒന്ന് വിജ്ഞാനം വേണം, 2 വിവേകം വേണം, 3 നല്ല രൂപത്തിലുള്ള സംയോജനവും സഹിഷ്ണുതയും അവധാനതയും എല്ലാം ഒത്തിണങ്ങിയതേ ഒരു കാർട്ടൂണിസ്റ്റായി യഥാർത്ഥത്തിൽ നല്ല ഭാവനയോടെ ധാരണയോടെ ഈ കാർട്ടൂണുകൾ അവതരിപ്പിക്കാൻ കഴിയും. അതുപോലെ തന്നെ ആസ്വാദ്യത വരണമെങ്കിൽ കൃത്യമായി ആസ്വദിക്കുന്നവർക്കും സൃഷ്ടിപരമായ വിമർശനങ്ങളെ ആസ്വദിക്കാനുള്ള മാനസികാവസ്ഥ അതേത് കാലഘട്ടത്തിലും നമുക്കുണ്ടായിരിക്കണം. പ്രവർത്തകർക്ക്, വിശിഷ്യ രാഷ്ട്രീയ പ്രവർത്തകർ. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് തുടർന്ന് നടന്ന സംവാദം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ കാർട്ടൂൺ അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം അക്കാദമി അതിന്റെ ഒരു ഔപചാരികമായ രൂപത്തിൽ പ്രവർത്തിക്കുകയും ഇപ്പോഴും അതിന് മറ്റ് അക്കാദമികൾ പോലുള്ള ഒരു അംഗീകാരം ഇപ്പോൾ ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം.
ഒരുപക്ഷെ കേരളത്തിൽ ഒരുപാട് അക്കാദമികൾ നിലവിലുണ്ടെങ്കിലും കാർട്ടൂണിന്റെ അക്കാദമി ഇതുവരെ ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ല എന്നുള്ളത് ഗൗരവമായ ഒരു കാര്യമാണ്. ഞാൻ ഒരിക്കൽ നിയമസഭയിൽ പ്രസംഗവേള സാംസ്കാരിക വകുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് ഞാൻ വിഷയം ഒരിക്കൽ അവതരിപ്പിച്ചതാണ്. കേരളത്തിലെ കാർട്ടൂൺ അക്കാദമി തീർച്ചയായിട്ടും സ്ഥാപിക്കണം. കാരണം ഒരുപാട് കാർട്ടൂൺസ് ഞാൻ നിൽക്കുന്ന ഈ കോട്ടയത്തിന്റെ മണ്ണില് അരവിനെ പോലുള്ള ഒരു കാർട്ടൂണിസ്റ്റ് ജന്മം നൽകിയതാണ്. പ്രസ് ക്ലബ് പ്രസിഡന്റ് ജോസഫ് സെബാസ്റ്റ്യൻ അധ്യക്ഷനായി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, PC ജോർജ്, ജോസ് പനച്ചിപ്പുറം തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും പത്രപ്രവർത്തകരും കാർട്ടൂണിസ്റ്റുകളും ചേർന്ന് ഇലക്ഷനിലെ കാർട്ടൂൺ ചിരി എന്ന പേരിൽ സംവാദവും നടത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP 3 സീറ്റുകളിൽ വിജയിക്കുമെന്ന് PC ജോർജ്. കോട്ടയം മണ്ഡലത്തിൽ ഫ്രാൻസിസ് ജോർജിനാണ് സാധ്യതയെന്നും PC ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞു. കേരള BJP is going to open seat. No doubt, not വ്യത്യാസമില്ല. Minimum 3 seats from Kerala. BJP will secure 3 seats from Kerala. That's 1 Thiruvananthapuram, 2 Pathanamthitta, 3 Thrissur. No doubt these 3 seats may be captured by BJP, no doubt. സർക്കാരിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും കെടുകാര്യസ്ഥതയ്ക്കും ജനവഞ്ചനയ്ക്കുമെതിരെ കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ കോട്ടയം RT ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. RC ബുക്കുകൾ ഔദാര്യമല്ല, ഉടമയുടെ അവകാശമാണ് എന്നാവശ്യപ്പെട്ട് സർക്കാരിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും കെടുകാര്യസ്ഥതയ്ക്കും ജനവഞ്ചനയ്ക്കുമെതിരെ കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസിസ്റ്റന്റ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് RT ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കോട്ടയം ഗാന്ധി സ്ക്വയറിൽ നിന്നും ആരംഭിച്ച മാർച്ച് RT ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ഈ RC ബുക്കുകൾ കൊടുക്കാതെ ഈ രംഗം എന്തിനാണ് നിശ്ചലമാക്കുന്നത്, പ്രവർത്തിക്കാൻ കഴിയാത്ത രൂപത്തിലാക്കുന്നത്? RC ബുക്ക് കൊടുക്കണം എങ്കിൽ RC ബുക്ക് പ്രിന്റ് ചെയ്യുന്നിടത്ത് 8 കോടി രൂപ കൊടുക്കാനുണ്ട് എന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള കണക്ക്. ഈ 8 കോടി രൂപയ്ക്ക് വേണ്ടി യഥാർത്ഥത്തിൽ 800 കോടി രൂപയോളം ഗവൺമെന്റ് വേറെ ഉണ്ടാക്കുകയാണ്. എന്നാ പിന്നെ ഈ RC ബുക്ക് കൂടെ കൊടുത്താൽ പോരെ? ഈ 8 കോടി രൂപയും കൊടുത്താൽ പോരെ? ഈ രംഗത്ത് എന്തിനാണ് ഒരു അസന്നിഗ്ധാവസ്ഥ ഉണ്ടാക്കുന്നത്? ബോധപൂർവം ഈ രംഗത്തെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ ആരൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തിയാണ്. ജില്ലാ പ്രസിഡന്റ് ബിജോയ് വാക്കാട് അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി PK നസീർ, ബേബി വർഗീസ്, ഹബീബ് MK തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. KSEB ജീവനക്കാർക്ക് സഹായമായി പാലായിലെ KSEB ഡിവിഷൻ ഓഫീസിൽ പോസ്റ്റിൽ കയറാനുള്ള അത്യാധുനിക ഉപകരണമായ സ്കൈ ലിഫ്റ്റ് ലഭിച്ചു. ഡിവിഷൻ ഓഫീസിന് കീഴിലുള്ള 11 KSEB ഓഫീസിലും ലിഫ്റ്റിന്റെ പ്രയോജനം ലഭിക്കും. പാലാ KSEB ഓഫീസിൽ സ്കൈ ലിഫ്റ്റ് സംവിധാനമായി. ഓഫീസ് പരിധിയിൽ നഗരത്തിലും ഉൾപ്രദേശങ്ങളിലും ഇതുപയോഗിച്ച് അറ്റകുറ്റപ്പണി നടത്താം. മിനി വാനിൽ ഘടിപ്പിച്ച യന്ത്രത്തിന്റെ ക്യാബിനിൽ ജീവനക്കാരൻ കയറിയാൽ ആവശ്യാനുസരണം ഉയർത്തിയും താഴ്ത്തിയും ലൈനിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും. മഴയിലും വെയിലിലും ഉൾപ്പെടെ പോസ്റ്റിന്റെ മുകളിൽ കയറി വളരെ വേഗത്തിൽ തകരാറുകൾ പരിഹരിക്കേണ്ട ജോലി ഏറെ അപകടം നിറഞ്ഞതാണ്. ലിഫ്റ്റ് എത്തിയതോടെ എളുപ്പത്തിൽ സുരക്ഷിതമായി ജോലി ചെയ്യാൻ കഴിയും. ലിഫ്റ്റ് പ്രവർത്തിപ്പിക്കാൻ ഒരു ഓപ്പറേറ്ററുമുണ്ട്. ലിഫ്റ്റ് ഉപയോഗിക്കുന്നതിലൂടെ വലിയ ഒരളവ് വരെ അപകടങ്ങൾ കുറയ്ക്കാനാകും. സാധാരണ ഉയരം കൂടിയ ഇരുമ്പ് കോണിയും മറ്റുപയോഗിച്ചാണ് പണി നടത്തിയിരുന്നത്. എന്നാൽ ലിഫ്റ്റ് എത്തിയതോടെ വേഗത്തിൽ തകരാറുകൾ പരിഹരിക്കാൻ കഴിയുമെന്ന് അധികൃതർ പറയുന്നു. KSEB ലൈനുകൾ തമ്മിൽ കൂട്ടിമുട്ടി അപകടമൊഴിവാക്കാൻ സ്പേസർ സ്ഥാപിക്കാനും സ്കൈ ലിഫ്റ്റ് ഉപയോഗിക്കാം. ലിഫ്റ്റ് ഹൈഡ്രോളിക് പമ്പ് ഉപയോഗിച്ച് തിരിക്കാനും ചലിപ്പിക്കാനും സാധിക്കും. പാലയിൽ ലിഫ്റ്റ് എത്തിയിട്ട് മാസങ്ങളായി. വാഹനത്തിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നതിനാൽ വാഹനം ഇറക്കാൻ സാധിച്ചിരുന്നില്ല. പ്രശ്നങ്ങൾ പരിഹരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഒരാഴ്ചയോളമായി. ലിഫ്റ്റ് എത്തിയതോടെ സുരക്ഷിതമായി ജോലി ചെയ്യാൻ കഴിയുമെന്ന ആശ്വാസത്തിലാണ് ജീവനക്കാർ. ന്യൂസ് ബ്യൂറോ, പാലാ. സോളസ് കോട്ടയത്തിന്റെയും BCM കോളേജ് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സ്നേഹക്കൂട്ടായ്മ സംഘടിപ്പിച്ചു. സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ സ്നേഹക്കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു.
രോഗബാധിതരായി ദീർഘകാലം ചികിത്സയിൽ കഴിയുന്ന കുട്ടികൾക്ക് പരിചരണവും പിന്തുണയും നൽകി വരുന്ന സോളസ് കോട്ടയത്തിന്റെയും BCM കോളേജിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കുട്ടികൾക്കും അവരുടെ അമ്മമാർക്കുമായി സ്നേഹക്കൂട്ടായ്മ സംഘടിപ്പിച്ചു. BCM കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സ്നേഹക്കൂട്ടായ്മ മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. ശാരീരികമായി വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കാൻ സോളസ് നടത്തുന്ന ശ്രമം അഭിനന്ദനാർഹമാണെന്ന് മന്ത്രി പറഞ്ഞു. പ്രതീക്ഷാപരമായ സാങ്കേതിക സജ്ജമാക്കിക്കൊണ്ട് അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാന്ത്വന പരിചരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും അഭിനന്ദനമായ കാര്യം. സാധാരണഗതിയിൽ പ്രബോധനം ശ്രദ്ധിക്കുന്നത് രോഗാവരായി കിടക്കുന്ന മുതിർന്ന രോഗികൾ പേഷ്യൻസായി മാറിക്കഴിഞ്ഞു സാന്ത്വന പരിചരണത്തിൽപ്പെടുത്തി അത്തരമാർഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് അതേസമയം ശൈശവദശയിൽ സോളസ് ഫൗണ്ടറും സെക്രട്ടറിയുമായ ഷീബ അമീർ അധ്യക്ഷയായി. BCM കോളേജ് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ ഐപ്പ് വർഗീസ്, കോർഡിനേറ്റർ മേഴ്സി ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് SSLC പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. കൂട്ടായ്മയുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വിശുദ്ധ അൽഫോൻസാമയുടെ പുണ്യ കബറിട ദൈവാലയം 2024-25 സ്ലീവ എന്ന പേരിൽ ആത്മീയ വർഷമായി ആഘോഷിക്കുന്നു. ആത്മീയ വർഷ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഭരണങ്ങാനത്ത് നടന്നു. ഭാരതത്തിന്റെ പ്രഥമ വിശുദ്ധ അൽഫോൻസാമയുടെ പുണ്യ കബറിട ദേവാലയം 2024-25 സ്ലീവ എന്ന പേരിൽ അൽഫോൻസിയൻ ആത്മീയ വർഷമായി ആഘോഷിക്കുന്നു. ആത്മീയ സാധനയെ സംബന്ധിച്ച ദേശീയ അന്തർദേശീയ സെമിനാറുകൾ, മലയാളം, തമിഴ്, ഹിന്ദി ഭാഷകളിൽ നടത്തുന്ന അൽഫോൻസ പഠന ശിബിരങ്ങൾ ഉൾപ്പെടെ നിരവധി തലങ്ങളിലാണ് സ്ലീവ ക്രമീകരിച്ചിരിക്കുന്നത്. ആത്മീയ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട് നിർവഹിച്ചു. കാര്യമാണ് അമ്മയുടെ കൂട്ടത്തിൽ ഒരു വർഷം. അതിന് ഒരുപാട് പ്രോജക്ട്സ് 48-50 കാര്യങ്ങളാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഓരോന്നും വ്യത്യസ്തമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതുമാണ്. നമ്മളുടെ ഈ രൂപതയും നമ്മളുടെ സഭയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ എല്ലാം ഒരു സമഗ്രമായ നവീകരണമാണ് ഈ സ്ലീവ പ്രോജക്റ്റിലൂടെ അച്ഛൻ നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. പാലാ രൂപത വികാരി ജനറൽ ജോസഫ് തടത്തിൽ അധ്യക്ഷനായി. പന്തക്കുസ്ത തിരുനാൾ ദിവസം എല്ലാ വർഷവും തീർത്ഥാടന കേന്ദ്രത്തിൽ നടത്തിവരുന്ന ആദ്യാക്ഷരം കുറിക്കൽ നടത്തി മാർ ജോസഫ് കല്ലറങ്ങാട് കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. വർഷങ്ങളായി പള്ളിക്കത്തോട്ടിൽ പ്രവർത്തിച്ചു വരുന്ന KSCB സെക്ഷൻ ഓഫീസ് മറ്റൊരു പഞ്ചായത്തിലേക്ക് മാറ്റാൻ നടത്തുന്ന നീക്കത്തിനെതിരെ യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ജില്ലാ പ്രസിഡന്റ് VC പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. UMC യൂണിറ്റ് പ്രസിഡന്റ് ജോജി മാത്യു അധ്യക്ഷനായി. യൂണിറ്റ് സെക്രട്ടറി സജി തോമസ്, കമ്മിറ്റി അംഗങ്ങളായ ജോസ് P ജോൺ, ബെന്നി ജോൺ, സുനിൽ കുന്നക്കാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. കനത്ത മഴയെ തുടർന്ന് പനക്കപ്പാലത്ത് മീനച്ചിലാറിന്റെ തീരത്തെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീട് അപകടാവസ്ഥയിലായി. പടിപ്പുരയ്ക്കൽ സുരേന്ദ്രബാബുവിന്റെ വീടാണ് അപകടാവസ്ഥയിലായത്. 15 അടി ഉയരവും 20 അടി നീളവുമുള്ള കരിങ്കൽ കെട്ടാണ് ഇടിഞ്ഞത്. ചാമമ്പതാൽ പനമൂട് കാക്കനാട്ട് അച്ഛൻ കുഞ്ഞ് നിര്യാതനായി 70 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് ഉള്ളായം സെന്റ് ജോർജ് യാക്കോബായ പള്ളി സെമിത്തേരിയിൽ. അറിയിപ്പ്: പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായി സ്റ്റൈഫൻഡോടുകൂടി വിവിധ പരിശീലന പരിപാടികൾ നാഷണൽ കരിയർ സർവീസ് സെന്റർ ഫോർ SC/ST സംഘടിപ്പിക്കുന്നു. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട +2 അതിൽ കൂടുതലോ വിദ്യാഭ്യാസ യോഗ്യതയുള്ളതും 2021-22, 22-23, 23-24 കാലയളവിൽ +2 വിദ്യാഭ്യാസ യോഗ്യത എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ചേർത്തിട്ടുള്ളതുമായ 18-നും 30 വയസ്സിനും മധ്യേ പ്രായമുള്ള എംപ്ലോയ്മെന്റ് രജിസ്റ്റർ പുതുക്കി വരുന്നതുമായ ഉദ്യോഗാർത്ഥികൾ നേരിട്ടോ ഫോൺ മുഖേനയോ ചങ്ങനാശ്ശേരി ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യണം. അവസാന തീയതി മെയ് 24. ഫോൺ 0481-2422-173. കോട്ടയം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയും താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റികളിലും പാരാലീഗൽ വോളണ്ടിയർമാരായി പ്രവർത്തിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ അക്ഷരാഭ്യാസം ഉള്ളവരായിരിക്കണം. 10ാം തരം പാസ്സായവർക്ക് മുൻഗണന. അപേക്ഷകർ സജീവ രാഷ്ട്രീയ പ്രവർത്തകരോ ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടവരോ ആകരുത്.
പ്രവർത്തനത്തെ വരുമാനമാർഗമായി കാണാതെ ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി ആർദ്രമായ മനസ്സോടെയും സാമൂഹ്യ പ്രതിബദ്ധതയോടെയും പ്രവർത്തിക്കാൻ സന്നദ്ധരായിരിക്കണം. സർവീസിലുള്ളവരും വിരമിച്ചവരുമായ അധ്യാപകർ, വിരമിച്ച സർക്കാർ ജീവനക്കാർ, MSW വിദ്യാർത്ഥികൾ, MSW അധ്യാപകർ, അംഗനവാടി ജീവനക്കാർ, ഡോക്ടർമാർ, വിദ്യാർത്ഥികൾ, അഭിഭാഷകരായി എൻറോൾ ചെയ്ത നിയമവിദ്യാർത്ഥികൾ, രാഷ്ട്രീയേതര സ്വയം സഹായ സംഘടനകളിലെ അംഗങ്ങൾ, ഭിന്നലിംഗക്കാർ, നല്ല സ്വഭാവവും വിദ്യാഭ്യാസവുമുള്ള ദീർഘകാല ശിക്ഷ അനുഭവിക്കുന്ന തടവുകാർ തുടങ്ങിയവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷയിൽ സമീപകാലത്തെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പതിച്ചിരിക്കണം. പ്രായം 18-നും 65 വയസ്സിനും ഇടയിൽ. അപേക്ഷ നൽകേണ്ട അവസാന തീയതി ജൂൺ 6. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 048125722422. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണിമല പഴയിടം ചെക്ക് ഡാമിൽ പോള നിറഞ്ഞു. ജലാശയത്തിലെ പച്ചപ്പ് കിലോമീറ്ററുകളോളം. പോളശല്യത്താൽ വലഞ്ഞ് പ്രദേശവാസികൾ. ചേനപ്പാടിയിലെ ക്രംബ് ഫാക്ടറിക്കെതിരെ ആരോപണം. ചിരിയും ചിന്തയും ഉണർത്തി കോട്ടയത്ത് ഇലക്ഷൻ കാർട്ടൂൺ പ്രദർശനം. വരകളിൽ കോറിയിട്ടത് വാഗ്വാദങ്ങളും വിമർശനങ്ങളും. കേരളത്തിൽ BJP 3 സീറ്റിൽ വിജയിക്കുമെന്ന് PC ജോർജ്. UDF 10 സീറ്റ് നേടും. കോട്ടയം മണ്ഡലത്തിൽ ഫ്രാൻസിസ് ജോർജിന് സാധ്യത. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.